ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ കാർത്തിക. അപ്പൊ നമ്മുടെ CC Plusല് 1-to-1 ട്യൂഷൻസ് അവൈലബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. ഈ പറയുന്ന ഏത് സബ്ജക്റ്റ് ആണ്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് വിഷമം എന്നുള്ളത് മാത്രം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. 9496949929 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുമായിരിക്കും. പക്ഷേ ജൂൺ മാസം ഇങ്ങ് എത്തി, മഴ എത്തി, അതോടൊപ്പം തന്നെ ജൂൺ മാസം ഇങ്ങ് എത്തും. അപ്പൊ നോക്കണ്ട, ഇപ്പോഴേ ഇനി പഠിത്തത്തിന്റെ ബഹളങ്ങളാവും. അതുകൊണ്ട് ഈ വർഷം ഈ പറയുന്ന SLC പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നിട്ടിരിക്കുന്ന സമയമാണ്. നമുക്കറിയാം A+ന്റെ എണ്ണം ഒക്കെ കുറഞ്ഞു. 30 കഴിഞ്ഞ തവണ 60,000 ഉണ്ടായിരുന്നത് ഈ തവണ 30,000 ആയി എന്നൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. അപ്പൊ ഒന്നും അവസാനത്തേക്ക് വയ്ക്കണ്ട. നിങ്ങൾ ഏത് സിലബസ് പഠിക്കുന്ന കൂട്ടുകാരും ആയിക്കോട്ടെ, ഈ പറയുന്ന ICSEO, CBSEO, IBO, ഏത് സിലബസ് ആണെങ്കിലും സ്റ്റേറ്റോ ഏതാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഫുൾ സപ്പോർട്ടുമായിട്ട് നമ്മുടെ CC Plusന്റെ ടീം ഇവിടെ റെഡിയാണ്. ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഇനി ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ CC Plusന്റെ പേജിലൂടെ കഴിഞ്ഞ തവണ ഒരുപാട് വീഡിയോസ് നമ്മൾ ഔട്ടാക്കിയ ഒരു കോഴ്സ് ആയിരുന്നു LSS USS കോഴ്സ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ തവണയായിരുന്നു അതിന്റെ പേര് മാറി CM കിഡ് സ്കോളർഷിപ്പ് എന്നൊക്കെ പറയുന്നത്. ഏകദേശം ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇവിടെ മോക്ക് ടെസ്റ്റ്, നമ്മൾ എറണാകുളം ജില്ലയിലും കാലിക്കറ്റിലും ഒക്കെ നമ്മൾ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നടത്തിയതായിരുന്നു LSS USS എക്സാമിന് വേണ്ടി. അപ്പൊ ഇപ്പൊ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ LSS USSന്റെ റിസൾട്ട് എന്താ മിസ്സേ വരാത്തത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് CM കിഡ് സ്കോളർഷിപ്പിന്റെ റിസൾട്ട് വൈകുമോ എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന റിസൾട്ടിനെ കുറിച്ച് ഒരു എന്താ പറയാ, ഈ പറയുന്ന പേപ്പർ വാല്യുവേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതാണോ? LSS എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾക്ക് അറിയാം, ടീച്ചേഴ്സ് മാനുവലി ചെക്ക് ചെയ്യാണ്. പക്ഷെ USS അങ്ങനെയല്ല, സിസ്റ്റം ത്രൂ ആണ് അതിന്റെ വാല്യുവേഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന സൈറ്റ്, അതായത് ജസ്റ്റ് ഈ പറയുന്ന BPE കേരള എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം റിസൾട്ട് വൺസ് അവൈലബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിസൾട്ട്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ അറിയുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന BPE കേരള എന്ന് പറയുന്ന സൈറ്റ് ആണ്. അതിൻ്റെ അകത്ത് LSS 2026 റിസൾട്ട് അല്ലെങ്കിൽ USS 2026 റിസൾട്ട് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഇനി ഈ പറയുന്ന റിസൾട്ടിന്റെ ഡേറ്റ് പറയാമിസ്സായിരിക്കും കമന്റ് ബോക്സ് മൊത്തം. അപ്പോൾ ഡേറ്റിലോട്ട് കൊണ്ടെത്തിക്കുന്നതിന് മുന്നേ നമുക്ക് നോക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ പേജ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത്, അല്ലെങ്കിൽ സൈറ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം, പേപ്പർ വാല്യുവേഷൻ ഈ പറയുന്ന LSSന്റെ ഒക്കെ മാർച്ചിൽ, അതായത് 10/3/2026 ഇതിന്റെ പേപ്പർ വാല്യുവേഷൻ മാനുവലി ചെയ്യാനായിട്ടുള്ളത് കഴിഞ്ഞതാണ്. 11-ാം തീയതി. ഇനി എക്സ്ട്രാ എന്തെങ്കിലും നോക്കി തീരാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് 11-ാം തീയതി ഒരു ഡേറ്റും കൂടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഏറ്റവും അവസാനമായിട്ട് ആ പേജിൽ വന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൊഫഷണൽ ആൻസർ കീയും കൂടെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഓക്കെ, മാർച്ചിൽ പേപ്പർ നോക്കി കഴിഞ്ഞതാണ്, ഈ പറഞ്ഞ മാർച്ചിൽ തന്നെയാണ് SSLC എക്സാം നടന്നത് അല്ലേ, അതിന്റെ റിസൾട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം 15-ാം തീയതി അല്ലേ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർക്കും, ഓക്കെ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതെന്ന് പറയുന്നത് ഈ മെയ് മാസം തന്നെ, ശരിയല്ലേ, ആ സമയത്ത് തന്നെ നടന്നുപോയ ഒരു പരീക്ഷയുടെ റിസൾട്ട് വന്നു എന്ന് പറയുമ്പോൾ ഈ പരീക്ഷകളുടെ മരണം മെയ്യിൽ തന്നെ പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അവസാനമായിട്ട് ആ പേജിൽ വന്ന് കിടക്കുന്നത് പ്രൊവിഷണൽ ആൻസർ കീ ആണ്. അതായത് USS എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമുക്ക് ലാസ്റ്റ് ആ പേജിൽ അവൈലബിൾ ആയി കിടക്കുന്നത്. ഇനി ഒരു റെക്ടിഫൈഡ് ആൻസർ കീ കാണുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ റെക്ടിഫൈഡ് ആൻസർ കീയും കൂടെ വന്നതിന് ശേഷമല്ലേ റിസൾട്ടിലേക്ക് പോകൂ. അപ്പൊ ഈ മെയ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പാടില്ലേ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ട്. എനിവേ, അതുകൊണ്ടാണ് നമ്മൾ റിസൾട്ടുകൾ വൈകുമോ എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ പറയുന്ന CM കിഡ് സ്കോളർഷിപ്പ് കഴിഞ്ഞ വർഷമാണ് LSS എക്സാം എന്നുള്ളത് CM കിഡ് സ്കോളർഷിപ്പ് LP എന്നും CM കിഡ് സ്കോളർഷിപ്പ് UP എന്നും ആക്കിയത്. എക്സാമിന്റെ ഘടനയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അധികം ഡീറ്റെയിൽഡ് ആയിട്ട്. അറിയാവുന്ന പോലെ തന്നെ നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണത്തെ പരീക്ഷ അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 48 സംതിങ് മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുൻ വർഷത്തെ പരീക്ഷകളിൽ കുട്ടികൾക്ക് LSS പരീക്ഷയൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ പരീക്ഷയിൽ മാറ്റങ്ങൾ ഒരുപാട് വന്നിരുന്നു. ആദ്യത്തെ പേപ്പർ 50 മാർക്കും രണ്ടാമത്തെ പേപ്പർ 30 മാർക്കിലും ഒക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഒരു കൃത്യം മാർക്ക് എത്രയായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കട്ട് ഓഫിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആദ്യമായി നടക്കുന്ന ഒരു പരീക്ഷയാണ് അല്ലെ. അപ്പൊ കട്ട് ഓഫ് ഏത് രീതിയിൽ, ചിലപ്പം ആ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻസ് ഒക്കെ അവരുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാകാം ഒരു പക്ഷേ എക്സാമിന്റെ എന്താണ് റിസൾട്ട് താമസിക്കുന്നത് എന്നുകൂടി നമുക്ക് കരുതാവുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു കട്ട് ഓഫ് മാർക്ക് ഈ പറയുന്ന അതിന്റെ ഒരു തീരുമാനം
വരാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ചിലപ്പോൾ റിസൾട്ട് വൈകുന്നതെന്ന് നമുക്ക് കണക്കിലെടുക്കാം. ഇനി നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് UP USS പരീക്ഷയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം OMR ബേസ്ഡ് ആയിട്ടുള്ളതായിരുന്നു. ആ സിസ്റ്റം ത്രൂ ആണ് അതിന്റെ റിസൾട്ട്സ് ചെക്ക് ചെയ്യുന്നത്. കട്ട് ഓഫ് മാർക്ക് അതിനും എനിക്ക് തോന്നുന്നു USS എക്സാം കമ്പാരിറ്റീവ്ലി LSS മാർക്കിനെ വെച്ച് നോക്കുമ്പോൾ USS എക്സാം ഇത്തിരി പാടായിരുന്നു. അതുകൊണ്ട് അതിന്റെ കട്ട് ഓഫും ഈ പറയുന്ന പോലെ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ 70 മാർക്ക് സംതിങ് ആയിരുന്നു പാസ്സാവാനായിട്ട് വേണ്ടത്. പക്ഷെ ഇനി അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ആ വിവരങ്ങളാണ് വരുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് 10/3 അതായത് 10/3/2026 ഈ പരീക്ഷയുടെ വാല്യുവേഷൻ കംപ്ലീറ്റ് ആയത് അല്ലെ. 10/3/2026 കംപ്ലീറ്റ് ആയി. ഇപ്പൊ മാർച്ച് മാസം SLC പരീക്ഷ നടന്നതാണ്. ഓക്കെ, ആ പരീക്ഷയുടെ സമയത്തും അല്ലെങ്കിൽ ആ പരീക്ഷയുടെ റിസൾട്ടും വന്നു. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ ഒരു റിസൾട്ട് വന്ന സ്ഥിതിക്ക് ഇതിന്റെ റിസൾട്ടും മെയ് അവസാനത്തോടെ ഒന്നും കാണാമെന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ. അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൊവിഷണൽ ആൻസർ കീ ആണ് ഏറ്റവും അവസാനം ആ പേജിൽ വന്ന് കിടക്കുന്നത്. ഇനി ഒരു റെക്ടിഫൈഡ് ആൻസർ കീ കാണുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റെക്ടിഫൈഡ് ആൻസർ കീയും കൂടെ വന്നതിന് ശേഷം മാത്രമേ റിസൾട്ട് നമുക്ക് അവൈലബിൾ ആകാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വയ്ക്കുക. വൺസ് റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളും തരും. BPയുടെ സൈറ്റ് നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ LSS USS പരീക്ഷയുടെ അടുത്ത വർഷത്തെ പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ CC+ൽ ബാച്ചസ് ആരംഭിക്കുന്നുണ്ട്. സോ അതിന്റെ എൻക്വയറിയും കാര്യങ്ങളും ഒക്കെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 9496949929 എന്ന് പറയുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത വർഷത്തെ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ വർഷത്തെ റിസൾട്ടിനെ കുറിച്ചുള്ള സംശയങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രം CC+.